കാസർഗോഡ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം തുടരുകയാണ്. ഹോസ്റ്റൽ ഉൾപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ സമരം. നഴ്സിംഗ് കോളേജിൽ ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾ എത്തുമ്പോൾ സ്വന്തം കെട്ടിടവും ഹോസ്റ്റൽ സൗകര്യവും ഉടൻ ഒരുക്കുമെന്നായിരുന്നു വാഗ്ദാനം. പക്ഷേ 3 ബാച്ചുകളിലായി 179 കുട്ടികൾ പഠിക്കുമ്പോഴും അടിസ്ഥാന ആവശ്യം പോലും ഇതുവരെ ഒരുക്കിയിട്ടില്ലെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഒരു പ്രതികരണം കേൾക്കാം. ചിരിച്ചുകൊണ്ടുള്ള കുറെ മുഖങ്ങൾ മാത്രമാണ് ഞങ്ങൾ കണ്ടത്. ഇവിടെ നിന്ന് അവരവിടെ നിന്ന് സമരം വിളിച്ചോട്ടെ, ഞങ്ങൾക്കൊരു വിഷയമല്ല എന്നുള്ള രീതിയിലാണ് പലരും മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ ഇത്ര അധികം പെൺകുട്ടികൾ ഉൾപ്പെടെ ഇങ്ങനെ സമരം വിളിക്കുമ്പം ഒരു മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും എന്തെങ്കിലും ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഞങ്ങൾക്ക് വേണ്ടി കാണിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഈ സമരം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു റിട്ടേൺ ഡോക്യുമെന്റ് എന്ന് കിട്ടുന്നു അതുവരെ ഈ സമരം മുമ്പോട്ട് തന്നെ കൊണ്ടുപോകും. രതീഷ് വാസുദേവൻ നമുക്കിപ്പം തത്സമയം തുടരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. രതീഷ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ സമരം തുടങ്ങി. അത് ഉപയോഗിക്കുന്ന ഹോസ്റ്റൽ സൗകര്യം വേണ്ട 179 കുട്ടികളാണ്. ആ 179 പേരും ഒരുമിച്ച് സമരത്തിലുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഈ സമരം അനിശ്ചിതകാലമാണ്. എന്തെങ്കിലും ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. അതുതന്നെയാണ് ഇവരുടെ വിമർശനം. കുട്ടികളുടെ ഒരു തരത്തിലുള്ള ഒരു ഇടപെടലും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഇത്രയും നേരമായിട്ട് പോലും, ഇന്നലെ രാവിലെ ആരംഭിച്ച സമരം ഇന്നലെ രാത്രി പിന്നിട്ടു, ഇന്ന് പുലർച്ചെ ഇന്ന് രാവിലെയായി, ഇതുവരെയും ഒരു തരത്തിലുള്ള ഇടപെടലും അധികൃതരുടെ ഭാഗത്തും ഉണ്ടായില്ല. തങ്ങൾ സമരം ചെയ്യുന്നത് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. 3 വർഷമായി സഹികെട്ടാണ് ഇപ്പോൾ ഈ സമരരംഗത്തേക്ക് വരുന്നത്. മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ നൽകാമെന്ന വാഗ്ദാനം നിരവധി തവണ ലംഘിച്ചു. പലതവണ ഇപ്പോൾ കോളേജ് ക്യാമ്പസിൽ MBBS വിദ്യാർത്ഥികൾക്കുള്ള 500 ബെഡുകളുള്ള ഹോസ്റ്റൽ സംവിധാനം ഒരുങ്ങി വരികയാണ്. ആ ഹോസ്റ്റലിൽ താൽക്കാലികമായെങ്കിലും തങ്ങൾക്ക് 179 വിദ്യാർത്ഥികൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്ന സാമാന്യമായ ഒരു ആവശ്യം മാത്രമാണ് തങ്ങൾ ഉന്നയിക്കുന്നത്. പക്ഷേ അതുപോലും നിവർത്തിച്ചു തരാൻ അത് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നില്ല. അത് സാങ്കേതികമായി തരാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനിശ്ചിതകാല ഈ രാപ്പകൽ സമരം തുടരാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. സംയുക്തമായിട്ട് 179 വിദ്യാർത്ഥികളും ഇതിൽ അണിചേരുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട പ്രത്യേകത. എന്തായാലും നിലവിൽ 10 വർഷത്തിനായ ആശുപത്രിയുടെ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം തന്നെ മന്ദഗതിയിലായ സാഹചര്യത്തിലാണ് ഇവിടെ പഠിക്കുന്ന 3 വർഷമായിട്ട് ഇവിടെ പഠിക്കുന്ന നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഇത്തരത്തിൽ അടിസ്ഥാനമായ ഒരു താമസ സൗകര്യം ഏർപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം വന്നത്. മാത്രമല്ല, അതിന് സാധ്യത ഉണ്ടായിട്ട് പോലും അതിനു വേണ്ടിയുള്ള ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. സമരം തുടരുമ്പോഴും അധികൃതർ ഇത് സമരം കണ്ടില്ലെന്ന് നടിക്കുന്ന നിലപാടിലാണ്. കൂടുതൽ വിദ്യാർത്ഥികൾ പെൺകുട്ടികളായ ആളുകളാണ് നഴ്സിംഗ് വിദ്യാർത്ഥികളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അവർക്കുണ്ട്. എന്തായാലും സമരം ശക്തമായി തുടരാൻ തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഈ കൂട്ടായ്മ തീരുമാനിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾ സമരം ശക്തമാക്കുകയാണ്. അവരുടെ ഒരു ആവശ്യം, ഇതിലൊരു ഇടപെടൽ എത്രയും വേഗം ഉണ്ടാകണം, ആവശ്യങ്ങളിൽ പരിഹാരം വേണമെന്നും അവർ പറയുന്നു.